നിങ്ങളുടെ പ്രായം 30 വയസ്സിന് മുകളിലാണോ? പഴയതുപോലെ നിങ്ങളുടെ ശരീരത്തിൽ മെറ്റബോളിസം നടക്കുന്നില്ലെന്ന് തോന്നുന്നുണ്ടോ? എങ്കിൽ മെറ്റബോളിസം വർദ്ധിപ്പിക്കാനായിട്ടുള്ള വഴികൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ധാരാളം ആഹാരം കഴിക്കുകയും എന്നാൽ ഒരിക്കലും ശരീരഭാരം വർദ്ധിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരാളെങ്കിലും നിങ്ങൾക്ക് പരിചയം ഉണ്ടായിരിക്കും. അങ്ങനെയുള്ളവരുടെ ഉപാപചയ പ്രവർത്തനം അല്ലെങ്കിൽ മെറ്റബോളിസം വേഗത്തിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ മെറ്റബോളിസം കാറിന്റെ എഞ്ചിൻ പോലെയാണ്. കാറിന്റെ പ്രകടനം മെച്ചപ്പെടുത്തുവാനോ തകർക്കുവാനോ എഞ്ചിന് കഴിയും. അതുപോലെ തന്നെയാണ് നമ്മുടെ മെറ്റബോളിസം നമ്മുടെ ശരീരത്തിൽ സമാനമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാക്കുന്നത്. നമ്മുടെ മെറ്റബോളിസം റേറ്റ് എന്നാൽ നമ്മുടെ ശരീരം എത്ര വേഗത്തിലാണോ ഭക്ഷണത്തെ ഊർജ്ജമാക്കി മാറ്റുന്നത്, നമ്മൾ കഴിക്കുന്ന കലോറികൾ എത്ര വേഗത്തിലാണോ എരിച്ചു കളയുന്നത് എന്നതിനെ നിർണ്ണയിക്കുന്നതാണ്. വേഗതയേറിയ മെറ്റബോളിസം കലോറി വേഗത്തിൽ കത്തിച്ച് കളയുമെങ്കിലും ഓരോരുത്തരുടെയും മെറ്റബോളിസം റേറ്റ് വ്യത്യസ്തമായിരിക്കും. അതുമാത്രമല്ല പ്രായമാകും തോറും നമ്മുടെ ഉപാപചയ നിരക്ക് അല്ലെങ്കിൽ മെറ്റബോളിസം റേറ്റിന്റെ വേഗത കുറയുകയും ചെയ്യും. ശരിയായ രീതിയിലുള്ള ഭക്ഷണം കഴിക്കുന്നതിലൂടെ നമ്മുടെ മെറ്റബോളിസം വർദ്ധിപ്പിക്കാൻ കഴിയുമെങ്കിലും നമ്മുടെ മെറ്റബോളിസത്തെ വീണ്ടും വേഗത്തിലാക്കുന്നതിനുള്ള ഏറ്റവും മികച്ച മാർഗ്ഗമാണ് വ്യായാമം. നമ്മൾ വിശ്രമത്തിലായിരിക്കുമ്പോഴും കൂടുതൽ കലോറി വേഗത്തിൽ കത്തിക്കാൻ നമ്മുടെ ശരീരത്തെ പഠിപ്പിക്കുന്ന തരത്തിൽ നമ്മളുടെ പേശികളുടെ അളവ് വർദ്ധിപ്പിക്കാനായിട്ട് വ്യായാമം സഹായിക്കും. നമ്മുടെ ശരീരത്തിലെ മെറ്റബോളിസം ഇൻക്രീസ് ചെയ്യാനുള്ള 5 വ്യായാമങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിലൊന്ന് റണ്ണിങ് ലഞ്ചസ് ആണ്. ഓടിക്കൊണ്ട് ചെയ്യുന്ന റണ്ണിങ് ലഞ്ചസ് നമ്മുടെ പേശികളെ ശക്തിപ്പെടുത്താനായിട്ട് സഹായിക്കും. ഈ ഒരു വ്യായാമം കുറച്ചധികം നേരം ചെയ്യാനായിട്ട് നമുക്ക് കഴിയുമെങ്കിൽ നമ്മുടെ അമിത ഭാരം കുറയ്ക്കുവാനും നമ്മുടെ മെറ്റബോളിസം വീണ്ടും വേഗത്തിലാക്കാനായിട്ടും ഇത് സഹായിക്കും. അടുത്തത് ഫിറ്റ്നസ് പ്രേമികളുടെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു വ്യായാമങ്ങളിലൊന്നായിട്ടുള്ള മൗണ്ടൻ ക്ലൈംബറാണ്. ഇത് നമ്മളുടെ എല്ലാ പ്രധാന പേശികളും ഉൾക്കൊള്ളുന്ന ഉയർന്ന തീവ്രതയുള്ള പൂർണ്ണ ശരീര വ്യായാമമാണ്. അതേസമയം തന്നെ നമ്മുടെ വയറിലെ പേശികൾ ശക്തമാക്കുകയും ചെയ്യും. നമ്മുടെ ശരീരത്തിലെ പേശികൾക്ക് നമ്മൾ എത്രമാത്രം വ്യായാമം നൽകുന്നുവോ അത്രയും വേഗത്തിൽ നമ്മുടെ ശരീരത്തിൽ മെറ്റബോളിസം നടക്കാനായിട്ട് അത് സഹായിക്കും. അടുത്തത് ഡംബൽ ക്രഷറാണ്. നമ്മുടെ പേശികൾ കൊഴുപ്പിനേക്കാൾ കൂടുതൽ കലോറി കത്തിക്കും. അതിനാൽ തന്നെ നമുക്ക് കൂടുതൽ വലിപ്പമുള്ള പേശികളുണ്ടെങ്കിൽ നമ്മുടെ മെറ്റബോളിസം വേഗത്തിൽ പ്രവർത്തിക്കും. അതിനാൽ നമ്മുടെ മെറ്റബോളിസം വർദ്ധിപ്പിക്കുകയാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ ഭാരം എടുത്തുകൊണ്ടുള്ള വ്യായാമം ഒരു വലിയ കാര്യം തന്നെയാണ്. സ്കൾ ക്രഷർ എന്നും അറിയപ്പെടുന്ന ഈ ഒരു എക്സസൈസ് ഡംബൽ ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ കൈകളുടെ ശക്തി വർദ്ധിപ്പിക്കാനും നമ്മുടെ ശരീരത്തിൻ്റെ മുകൾ ഭാഗത്തെ പേശികളുടെ വലിപ്പം വർദ്ധിപ്പിക്കാനായിട്ടും സഹായിക്കും. അടുത്തത് സ്പ്രിൻ്റർ ബർപ്പീസ് ആണ്. ബർപ്പീസ് ഇപ്പോൾ വളരെയധികം പ്രചാരത്തിലുള്ള ഒരു വ്യായാമമാണ്. എല്ലാ പ്രധാന പേശികളും ലക്ഷ്യം വയ്ക്കുന്ന വ്യായാമമായതിനാൽ തന്നെ ഇത് ഏറെ ജനപ്രീതി നേടിയതുമാണ്. ഇത് നമ്മുടെ പിന്തുടയിലെ ഞരമ്പുകളും അതുപോലെ തന്നെ ഇടുപ്പിലെ പേശികളും ഒക്കെ ബലപ്പെടുത്തുന്നതിനായിട്ട് ഏറ്റവും സഹായിക്കുന്ന ഒരു എക്സസൈസ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ മെറ്റബോളിസം വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു നല്ല വഴി കൂടിയാണിത്. അടുത്തത് നമ്മുടെ ഹൃദയമിടിപ്പ് ശരിയായ നിലയിലാക്കുവാനായിട്ട് സഹായിക്കുന്ന കാർഡിയോ എക്സസൈസ് ആയിട്ടുള്ള ഫയർ ഫീറ്റ് ഡ്രില്ലാണ്. നമ്മുടെ ഹാർട്ട് ബീറ്റ് കൂടുക എന്നാൽ നമ്മുടെ ഹൃദയം കൂടുതലായിട്ട് പോഷകങ്ങൾ പമ്പ് ചെയ്യുകയും അതുപോലെ തന്നെ ഓക്സിജൻ അടങ്ങിയ ബ്ലഡ് നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും വേഗത്തിൽ എത്തിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇത് തന്നെയാണ് ഈ വ്യായാമം ചെയ്യുന്നത് കൊണ്ടുള്ള ഏറ്റവും വലിയ പ്രയോജനം. നമ്മുടെ മെറ്റബോളിസം വർദ്ധിപ്പിക്കുന്നതിന് നമ്മുടെ ശരീരത്തിന് ഇത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു വ്യായാമം തന്നെയാണെന്ന് തന്നെ പറയാം. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള 5 എക്സസൈസ് നമ്മൾ നന്നായിട്ട് ചെയ്യുക എന്നുണ്ടെങ്കിൽ നമ്മുടെ മെറ്റബോളിസം നന്നായിട്ട് നടക്കാനായിട്ട് സഹായിക്കും. 30 വയസ്സിന് ശേഷമുള്ള ബുദ്ധിമുട്ടുകളും ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ മെച്ചപ്പെടുത്താനായിട്ടുമൊക്കെ ഇത് സഹായിക്കും.